Hi guys, good morning. How are you? I hope you all are safe and happy in your own home, isn't it? Let me start today's class. The topic is figures of speech. Have you heard the term figures of speech? I hope you all heard the term figures of speech. What is it? Figures of speech is a conscious departure from the standard norms or word order of words to achieve special effect. That is it. A conscious departure from the standard norms. A conscious departure from the standard norms in bracket order of words or meaning to achieve special effect. ഇപ്പം നമ്മൾ സാധാരണ എഴുതുന്നതിൽ നിന്നും വ്യതിചലിച്ചിട്ട് എഴുതുക. അത് വേർഡ്സ് ആവാം, മീനിങ് ആവാം. ഫോർ വാട്ട്? ടു അച്ചീവ് സ്പെഷ്യൽ ഇഫക്റ്റ്. ദാറ്റ് ഈസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. വൺസ് അഗെയിൻ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഈസ് എ കോൺഷ്യസ് ഡിപ്പാർച്ചർ ഫ്രം ദി സ്റ്റാൻഡേർഡ് നോംസ്, order of words or meaning to achieve special effect. അത് അല്ലേ നമുക്ക് അറിയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഹീസ് ലയൺ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണ്? അയാൾ ലയണാണ്, സിംഹമാണ്, അയാൾ സിംഹത്തെ പോലെയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് അതിൻ്റെ ഒരു ആ മനുഷ്യനെ കുറിച്ചിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് മനുഷ്യരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതായാലും ഉപയോഗിക്കുന്നത്. ടുഡേയ്സ് ക്ലാസ് വി ഡിസ്കസ് 4 major figures of speech: simile, metaphor, personification and oxymoron. You people heard these 4 terms in your common purpose ways with words, isn't it? First we discuss what is simile. What is simile? Simile and metaphor both are comparisons. Simile is an indirect comparison between two unlike things using connectives like, as. Once again, simile is a direct comparison between two unlike things using connectives like, as. Direct comparison, indirect അല്ല, direct comparison ആണ്. Direct comparison between two unlike things using connectives like and as. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് സിമിലി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടതെന്നാണ്, ഇറ്റ് ഈസ് എ കമ്പാരിസൺ മാത്രമല്ല, ഡിറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് യൂസിങ് കണക്റ്റീവ്സ് ആസ്, അല്ലേ? നമ്മൾ ലൈക്കും ആസും വന്നാലേ അതെന്താണെന്ന് മനസ്സിലാക്കും, സിമിലിയാന്ന് മനസ്സിലാക്കും. സിമിലി എന്താണ്? ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്, അതൊരു കമ്പാരിസൺ ആണ്. ഡയറക്റ്റ് കമ്പാരിസൺ അല്ല, ഡയറക്റ്റ് കമ്പാരിസൺ ആണ് കേട്ടോ. Simile is a direct comparison between two unlike things using connectives like and as. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഒരു ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എ സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഡിറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് യൂസിങ് കണക്റ്റീവ്സ് ലൈക്ക് ആൻഡ് ആസ്. ലൈക്കും ആസും എന്ത് ചെയ്യണം? സിംഗിൾ ഇൻവേർട്ടഡ് കോമാലിടണം കേട്ടോ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് എക്സാമ്പിൾ? മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ചിത്ര സിങ്സ് ലൈക്ക് എ നൈറ്റിംഗേൾ. ചിത്ര സിങ്സ് ലൈക്ക് എ നൈറ്റിംഗേൾ. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഈസ് ലൈക്ക് ബി. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. നൈറ്റിംഗേൾ എന്നുള്ളൊരു പോയമിലുള്ളതാണ്. ദ പെസൻസ് കെയിം ലൈക്ക് സ്വാൻസ് ഓഫ് ഫ്ലൈസ്. ദ പെസൻസ് കം ലൈക്ക് സ്വാൻസ് ഓഫ് ഫ്ലൈസ്. അതിൽ ലൈക്ക് സ്വാൻസ് ഓഫ് ഫ്ലൈസ് എന്നുള്ളത് ലൈക്ക് വെച്ചോണ്ടത് എന്താണ്? സിമിലിയാണ്. ആൻഡ് ബസ്ഡ് ദ നെയിം ഓഫ് ഗോഡ് ആസ് 100 times. ബസ്ഡ് ദ നെയിം ഓഫ് ഗോഡ് ആസ് 100 times. ഓക്കെ, ലൈക്ക് എന്നുകൊണ്ടത് സിമിലിക്ക് എക്സാമ്പിളാണ് കേട്ടോ, മറ്റേ നോക്കണ്ട. അപ്പം മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സിമിലിക്ക് എക്സാമ്പിളാണ്. ചിത്ര സിങ്സ് ലൈക്ക് എ നൈറ്റിംഗൽ എന്ന് പറയുമ്പോഴും അതും സിമിലിക്ക് എക്സാമ്പിളാണ്. എ ഈസ് ലൈക്ക് ബി അല്ലെങ്കിൽ എ ഈസ് ആസ് ബി എന്ന് പറയുമ്പോൾ അത്
ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ടുള്ള സിമിലിക്ക് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ടേം ഈസ് മെറ്റഫർ. മെറ്റഫറിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് കമ്പാരിസൺ ഓർ ഇംപ്ലൈഡ് സിമിലി. ആ ഒരു വേർഡ് ഓർത്ത് വെക്കണം. എന്ത്? ഇൻഡയറക്റ്റ് കമ്പാരിസൺ ഓർ ഇംപ്ലൈഡ് സിമിലി കേട്ടോ. ഇംപ്ലൈഡ് സിമിലി എന്നുള്ള വേർഡ് സിമിലി തന്നെ. അപ്പം നമുക്കൊരു കാര്യം പറയാൻ പറ്റും. എന്ത്? ഇപ്പം സിമിലിക്ക് എന്താകാൻ പറ്റും? സിമിലി മേ ബി ചേഞ്ച്ഡ് ഇൻ ടു മെറ്റഫർ, ബട്ട് മെറ്റഫർ cannot be changed into simile. ഒന്ന് ഓർത്ത് വെക്കണേ. എ സിമിലി ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു മെറ്റഫർ ആൻഡ് എനി മെറ്റഫർ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു സിമിലി. ഒരു മെറ്റഫറിനും സിമിലി ആവാൻ പറ്റില്ല, പക്ഷേ സിമിലിക്ക് എന്താകാൻ പറ്റും? മെറ്റഫർ ആവാൻ പറ്റും. ഇൻഡയറക്റ്റ് കമ്പാരിസൺ ഓർ ഇംപ്ലൈഡ് സിമിലിക്ക് പറയുന്ന പേരാണ് മെറ്റഫർ. ഫിഗർ ഓഫ് സ്പീച്ചിന് എക്സാമ്പിളാണ്. അതിന് എക്സാമ്പിൾ എന്താ? എ ഈസ് ബി, ഇ ഈസ് എ ലയൺ. എ ഈസ് ബി, ഹി ഈസ് എ ലയൺ. ലയൺ ആണ് എന്ന് പറയും. പോലെയാണെന്നല്ല, ലയൺ ആണ്. അതുകൊണ്ടാണ് ഇത് ഇൻഡയറക്റ്റ് കമ്പാരിസൺ ഓർ ഇംപ്ലൈഡ് സിമിലി എന്നതിനെ വിളിക്കുന്നത്. വേറെ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹോൾ വേൾഡ് ഈസ് എ സ്റ്റേജ്. ഹോൾ വേൾഡ് ഈസ് എ സ്റ്റേജ് കേട്ടിട്ടുണ്ടോ? ഹോൾ വേൾഡ് ഈസ് എ സ്റ്റേജ്. അതൊരു കമ്പാരിസൺ ആണ്, ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ് കേട്ടോ. ഷീ ഈസ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾ പ്രിൻസസ് ഐ. ഷീ ഈസ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾ പ്രിൻസസ് ഐ. ഇതൊക്കെ ഓരോ എക്സാമ്പിളാണ്, മെറ്റഫറിനുള്ള എക്സാമ്പിളാണ്. ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, രണ്ടും മനസ്സിലായിട്ടെന്ന് വിചാരിക്കണം. സിമിലിയും മെറ്റഫർ എന്താണ്? കമ്പാരിസൺ ആണ്. രണ്ടും ഫിഗർ ഓഫ് സ്പീച്ചിന് എക്സാമ്പിളാണ്. ആദ്യത്തെ പോയിന്റ് ബോത്ത് ആർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. സിമിലി ഡിറക്റ്റ് കമ്പാരിസൺ ആണ്. മെറ്റഫർ എന്താണ്? ഇൻഡിറക്റ്റ് കമ്പാരിസൺ ആണ്. ഇൻഡിറക്റ്റ് കമ്പാരിസണുള്ള മെറ്റഫർ നമ്മൾ ഇംപ്ലൈഡ് സിമിലി എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് സിമിലി ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു മെറ്റഫർ, ബട്ട് മെറ്റഫർ cannot be changed into സിമിലി. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. Shall I move to the next term? Personification. What is it? Personification. Personification is a figure of speech that ascribes human qualities to that which is non-human. Figure of speech that ascribe human qualities to that which is non-human, or compare animate phenomena with inanimate phenomena. കമ്പയർ ആനിമേറ്റ് ഫിനോമിന വിത്ത് ഇനാനിമേറ്റ്. ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ് എന്ത്? പേഴ്സോണിഫിക്കേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസ്ക്രൈബ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ദാറ്റ് വിച്ച് ഈസ് നോൺ ഹ്യൂമൻ ആണ്. അതല്ലേ കമ്പയർ ആനിമേറ്റ് ഫിനോമിന വിത്ത് ഇനാനിമേറ്റ് ഫിനോമിന. നമ്മൾ ജീവനുള്ളതിനെ ജീവനുള്ളത് മനുഷ്യനും മൃഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പറയാം. മൃഗത്തിൻ്റെ ക്വാളിറ്റീസ് ഇട്ടാൽ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് മൃഗത്തിലേക്ക് വെക്കുക, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്നതിനാണ് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഹീ കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ. ഒരു പോയമാണ്, എമിലി ഡിക്കിൻസിൻ്റെ പോയമാണ്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഐ പറഞ്ഞാൽ പോയിട്ടാണ്. കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഹീ കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ. ഹീ ഇവിടെ എന്താണ്? ഡെത്തിനെയാണ് പറഞ്ഞത്. ഡെത്ത് കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ. അപ്പോൾ ഹീ ഇവിടെ എന്താണ്? ഡെത്താണ്. അപ്പോൾ ഡെത്തിനെ ഹീ ആയിട്ട് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുക. ജീവനില്ലാത്ത സംഭവത്തെ ജീവനുള്ളതായിട്ട് കമ്പയർ ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അതാണ് അതിന് എക്സാമ്പിൾ കേട്ടോ. പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഹീ കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ. അവൻ എന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ വേറെ എക്സാമ്പിൾ പറയണത് ഇപ്പോൾ ഒരു പോയമുണ്ട്, പേഴ്സി ബിഷി ഷെല്ലിൻ്റെ ഒരു പോയമുണ്ട്, ഓ ടു വെസ്റ്റ് വിൻഡ്. അതിൽ കമ്പയർ ചെയ്യുന്നുണ്ട് വെസ്റ്റ് വിൻഡിനെ മജീഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. വെസ്റ്റ് വിൻഡിനെ മജീഷ്യനായിട്ട് കമ്പയർ ചെയ്യുക. അപ്പം വെസ്റ്റ് വിൻഡ് ജീവനില്ലാത്തതാണ്, അതിനെ മജീഷ്യനായിട്ടുള്ള ജീവനുള്ള സംഭവമായിട്ട് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അസ്ക്രൈബ് ഹ്യൂമൻ ക്വാളിറ്റീസ് ദാറ്റ് വിച്ച് ഈസ് നോൺ ഹ്യൂമൻ. അതിനാണ് ഏറ്റവും സൗകര്യതാണ് കമ്പയർ ആനിമേറ്റ് ഫിനോമിന വിത്ത് ഇനാനിമേറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ പറഞ്ഞപ്പം വി കംപ്ലീറ്റഡ് 3 terms: simile, metaphor, personification. Next I moved on 4th term, oxymoron. What is it? Oxymoron. Oxymoron means it is a figure of speech that bring together contradictory or opposite terms together. That is a figure of speech that bring together contradictory or opposite terms. അല്ലെങ്കിൽ എന്താണ്?
വൈരുദ്ധ്യമായിട്ടുള്ള രണ്ട് ടേംസിനെ അല്ലെങ്കിൽ രണ്ട് പദങ്ങളെ കൂട്ടിയോജിപ്പിക്കുക. കൂടുതലും അഡ്ജക്റ്റീവ് നൗണാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ബ്രിങ് ടുഗദർ കോൺട്രാഡിക്ടറി ഓർ ഓപ്പോസിറ്റ് ടേംസ്. രണ്ട് വൈരുദ്ധ്യമായിട്ടുള്ള ടേംസിനെ കമ്പൈൻ ചെയ്യുക. ഇത് സാധാരണ കമ്പയർ അഡ്ജക്റ്റീവ്സ് ആൻഡ് നൗൺ. നൗൺ അഡ്ജക്റ്റീവാണ് കമ്പയർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേഴ്സി ഡെത്ത്, മേഴ്സി ഡെത്ത്, ലിവിങ് ഡെത്ത്, മേഴ്സി ഡെത്ത്, ലിവിങ് ഡെത്ത്, സ്വീറ്റ് സോറോ, സ്വീറ്റ് സോറോ. സ്വീറ്റ് സോറോ ഉണ്ടാവുമോ? പക്ഷേ കമ്പാരിസൺ ആണ്. മേഴ്സി ഡെത്ത്, ലിവിങ് ഡെത്ത്, ഇതൊക്കെ കോൺട്രാഡിക്റ്ററി ആണല്ലേ. പിന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്? പ്ലഷറബിൾ പെയിൻ, പ്ലഷറബിൾ പെയിൻ അങ്ങനെ പറയുമോ? പ്ലഷറബിൾ പെയിൻ ഉണ്ടാ. അപ്പോൾ അതെന്തിനാണ്? ഇൻ ഓർഡർ ടു മേക്ക് ആൻ ഇഫക്റ്റ്, ഇൻ ഓർഡർ ടു ഗെറ്റ് ദ മീനിങ് exactly, accurately, the poet make use these terms, these figures of speech. Oxymoron means it is a figure of speech that bring together contradictory or contrasting terms together. ഇത്രയും ടേംസാണ് നമ്മൾ ഇന്നത്തേക്ക് വേണ്ടി പഠിച്ചത്. എക്സാമ്പിൾ സ്വീറ്റ് സോറോ, പ്ലഷറബിൾ പെയിൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇത് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട്സ് നിങ്ങൾ ഡേറ്റ് ഇട്ട് എഴുതണം. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ സെമ്മിൽ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് അത് സെൻഡ് ചെയ്യും വേണം കേട്ടോ. ഡെയിലി സമയമില്ല, എന്താ പറയുക, നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇത് നോട്ട് എഴുതുക. നിങ്ങളുടെ പേരും റോൾ നമ്പറും ഡേറ്റും കാണത്തക്ക വിധം ഫോട്ടോ എടുക്കുക. നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ ഉള്ളിലാണ് പേരും റോൾ നമ്പറും ഡേറ്റും എഴുതുന്നത്. നോട്ട്ബുക്കിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതെനിക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. മീൻസ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഇതിൻ്റെ ഓരോ നോട്ട്സ് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.